വിരലിൻ്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെൻ്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ നഗരത്തിലൂടെ ഒഴുകുന്ന ഏറാന്തോട് തോട്ടിലെ ജലത്തിൽ നിന്നുയരുന്ന രൂക്ഷഗന്ധത്താൽ പൊറുതിമുട്ടി പ്രദേശവാസികൾ. തോട്ടിലൂടെ മാലിന്യം ഒഴുക്കിവിടുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. പെരിന്തൽമണ്ണ നഗരത്തിലൂടെ ഒഴുകുന്ന ഏറാന്തോട് തോട്ടിലെ ജലത്തിൽ നിന്നുയരുന്ന രൂക്ഷഗന്ധത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് പ്രദേശവാസികൾ. കൃഷി ആവശ്യത്തിന് ജലം സംഭരിക്കാൻ തോട്ടത്തിൽ കെട്ടിയ തടയണയിലേക്ക് പെരിന്തൽമണ്ണ നഗരത്തിൽ നിന്നുള്ള മാലിന്യം ഒഴുകിയെത്തുന്നതാണ് അസഹനീയമായ ദുർഗന്ധത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിന് പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ജില്ലാ കളക്ടർ അടക്കമുള്ളവർക്ക് നിവേദനം നൽകിയിരിക്കുകയാണ്. ഇവിടെ ഈ തോട്ടുകൂടി വെള്ളത്തിലൂടെ മാലിന്യം കലർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നാട്ടുകാരായ ഞങ്ങൾക്ക് നല്ല പ്രയാസങ്ങളുണ്ട്, നല്ല സ്മെല്ലുണ്ട്. പിന്നെ ഇവിടെ ഈ പരിസരത്ത് കൂടി ഇല്ലേ കിണറാൾ കൂടിയൊക്കെ ഈ വെള്ളം കയറുന്നുണ്ട്. കുടിവെള്ളത്തിനും പ്രയാസങ്ങളാണ്, നല്ല പ്രയാസങ്ങൾ തന്നെയാണ്. ഇതെന്തോ മാലിന്യമാണ് ഇതിൽ കലർന്നു വരുന്നത്, ശരിയായ വെള്ളമല്ല. നാട്ടുകാരായ നമുക്ക് നല്ല ബുദ്ധിമുട്ടും പ്രയാസങ്ങളുണ്ട്. പഞ്ചായത്തിലും കലക്ടറേറ്റിലൊക്കെ നാട്ടുകാരായിട്ട് ഞങ്ങളെല്ലാവരും കൂടി പരാതിയും കൊടുത്തിട്ടുണ്ട്. അതിന് ഇതുവരെ റീപ്ലേസ് ഒന്നും കണ്ടിട്ടുമില്ല. എന്താ പറയുക, പാലത്തിൻ്റെ അടിയിൽ കൂടെ പോകാൻ വേസ്റ്റൊക്കെ ആയിട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സ്മെല്ലും കാര്യങ്ങളും. പിന്നെ അതിൻ്റെ അടുത്ത ഞങ്ങളെ വീട്, അവിടുത്തെ സ്മെല്ലൊക്കെ അടിച്ചിട്ട് അവിടെ നിൽക്കാനേ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ്. രണ്ടാഴ്ചയായി തോട്ടിലെ വെള്ളത്തിന് അസഹനീയമായ ഗന്ധമാണ്. രൂക്ഷഗന്ധം മൂലം വീടിന് പുറത്തിറങ്ങാനോ ജനലോ വാതിലോ തുറന്നിടാനോ ഒന്നും കഴിയാതെ നാട്ടുകാർ പൊറുതിമുട്ടുകയാണ്. വർഷം തോറും കൃഷി ആവശ്യത്തിന് ജലം സംഭരിക്കാൻ തോടിൽ തടയണ കെട്ടാറുണ്ട്. എന്നാൽ ഇത്തരത്തിൽ ദുർഗന്ധമുയരുന്നത് ഇതാദ്യമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. എൻ്റെ പേര് രമ്യ സുരേഷ്, ഇവിടുത്തെ 9ാം വാർഡത്തെ വാർഡ് മെമ്പറാണ്. അപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെ, ഇവിടെയാണ് ഞാൻ ജനസേവാ കേന്ദ്രത്തിനാണ് വർക്ക് ചെയ്യണത്. നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ചിറ പോകുന്നുണ്ട്. അപ്പോൾ ചിറയെ സംബന്ധിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മലിനജലം കെട്ടിക്കിടന്നിട്ട് ഭയങ്കരമായിട്ട് നമ്മുടെ നാട്ടുകാർക്കും കൃഷിഭവനും അതേപോലെ തന്നെ ഗ്രാമവാസികൾക്കും ഇവിടെ തൊട്ടപ്പുറത്തുള്ള വീടുകളിലൊക്കെ ചോദിച്ചാൽ അറിയാം, അവർക്ക് സ്മെല്ലടിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ട് എന്താ പറയുക, നമ്മൾ ജില്ലാ കളക്ടർക്കും അതേപോലെ തന്നെ പഞ്ചായത്തേക്ക് ആരോഗ്യ മേഖലയിലും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിൽ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരവിടെ കെട്ടി നിർത്തിയിരിക്കണമെന്നാണ് പറയണത്. തോട്ടിലെ ജലം മലിനമായതോടെ സമീപത്തെ കിണറുകളിലെ വെള്ളവും ഉപയോഗശൂന്യമാകുമെന്ന് പ്രദേശവാസികൾക്ക് ആശങ്കയുണ്ട്. തോട്ടിലൂടെ മാലിന്യം ഒഴുക്കിവിടുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം.